ശനിയാഴ്ച രാത്രി 10:30 ദേശീയപാത 85 അടിമാലി ലട്ടംവീട് ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയോരത്ത് നിന്നും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ ഭാഗത്തുണ്ടായിരുന്ന വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് പതിച്ചത്. മണ്ണ് വന്ന് വീണതിനെ തുടർന്ന് 6 വീടുകൾ തകർന്നു. മണ്ണിടിച്ചിലിൽപ്പെട്ട അടിമാലി സ്വദേശി ബിജുവിന് ദാരുണാന്ത്യം സംഭവിച്ചു. ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തകരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ബിജുവിനെയും സന്ധ്യയും പുറത്തെടുത്തത്. മണ്ണ് വന്ന് വീണതിനെ തുടർന്ന് വീടിനുള്ളിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ഇരുവരും. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. പാതയോരത്ത് നിന്ന് മണ്ണ് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ഈ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് ശനിയാഴ്ച രാത്രി വീണ്ടും പ്രദേശത്ത് ശക്തമായ മണ്ണിടിച്ചിലുണ്ടായത്. പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് 22ഓളം കുടുംബങ്ങളെ ലക്ഷം നഗറിൽ നിന്നും അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. മണ്ണ് ഇടിച്ചിലിനെ തുടർന്ന് ദേശീയപാത 85 ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വീട് തകർന്ന സിമന്റ് സ്ലാബുകൾക്കടിയിൽപ്പെട്ടാണ് ബിജു മരിച്ചത്. അതേസമയം സന്ധ്യയെ രക്ഷിച്ച 1 മണിക്കൂറോളം കഴിഞ്ഞാണ് ഭർത്താവ് ബിജുവിനെ പുറത്തെത്തിക്കാനായത്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ നീക്കിയാണ് ബിജുവിനെയും പുറത്തെടുത്തത്. പുറത്തെടുക്കുമ്പോൾ ബിജു ഗുരുതരാവസ്ഥയിലായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ബിജുവും ഭാര്യയും പ്രധാനപ്പെട്ട രേഖകളെടുക്കുന്നതിനു വേണ്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് അപകടം നടന്നതെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, അടിമാലി.